ബൈബിൾ കോൺട്രഡിക്ഷൻസ് ആൻഡ് ആൻസേഴ്സ് എന്നുള്ള ഹെഡിങ്ങിൽ 105-ാമത്തെ ഐറ്റം വരെയുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇവിടുന്ന് 106 മുതൽ 111 വരെയുള്ള ഐറ്റംസ് ആണ് ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. 106-ാമത്തെ ഐറ്റം എടുക്കാം. ജെനസിസ് 12:7, 17:1, 18:1, 26:2, 32:30, എക്സോഡസ് 3:6, 24, 33, നമ്പേഴ്സ്, ജോബ്. ഈ വചനങ്ങളിലെല്ലാം ഗോഡ് ഈസ് സീൻ, ദൈവത്തെ കാണുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എക്സോഡസ്, ജോൺ, ഈ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിലെല്ലാം ഗോഡ് ഈസ് നോട്ട് സീൻ എന്ന് എഴുതിയിരിക്കുന്നു. നോ വൺ കൻ സീ ഗോഡ്സ് ഫേസ് ആൻഡ് ലൈവ്, നോ വൺ ഹാസ് എവർ സീൻ ഹിം, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ഷൻ അല്ലേ എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്? നേരിട്ട് കണ്ടുള്ളതല്ല, ദൈവത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അബ്രഹാം ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത് 3 ദൂതന്മാരിൽ കൂടിയാണ്. അവിടെയൊന്നും ദൈവത്തിന്റെ മുഖം കണ്ടതായിട്ട് പറയുന്നേ ഇല്ല. അതുപോലെ തന്നെ ദാനിയേൽ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അവിടെയും കാണാൻ സാധിച്ചിട്ടില്ല, ഒരു ദർശനത്തിൽ കൂടി കാണുക ചെയ്തത്. ആ ദർശനത്തിൽ കൂടി കണ്ടപ്പോൾ തന്നെ ദാനിയേൽ അവിടെ ബോധം കെട്ട് വീഴുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ദർശനത്തിൽ കൂടെ കാണുക, ഒരു സ്വപ്നത്തിൽ കൂടെ കാണുക, അല്ലെങ്കിൽ ഒരു മേഘത്തിന്റെ മറവിൽ കൂടെ കാണുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. മോശയ്ക്ക് അങ്ങനെ സംഭവിച്ചത്. മേഘത്തിൽ നിന്നാണ് സംസാരിച്ചത്. മുഖം കാണാൻ മോശ ദൈവത്തോട് ചോദിച്ചപ്പോൾ എൻ്റെ മുഖം നിനക്ക് കാണാൻ പറ്റില്ല, എൻ്റെ പിൻഭാഗം ഒരു പാറപ്പിളർപ്പിൽ കൂടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണുകയും ചെയ്തു. അപ്പോഴും മുഖം കണ്ടില്ല. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ അപ്പോൾ മരിച്ചു പോകും. പുതിയ നിയമത്തിൽ പറയുന്നത് 100% കറക്റ്റാണ്. പഴയ നിയമത്തിൽ അത് തന്നെ പറയുന്നത്. പക്ഷെ ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ദൈവത്തിന് മുഖം ആർക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാണുന്ന ഒരു സാഹചര്യം വരും, അത് നിത്യതയിൽ വെച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുക. അത് ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ, ഗോഡ് ഈസ് നോട്ട് ഡയറക്ട്ലി വിസിറ്റിംഗ് മാൻ, ഇറ്റ് ഈസ് ത്രൂ മീഡിയംസ് ലൈക്ക് ഏഞ്ചൽസ് ഓർ ബിഹൈൻഡ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അത് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്ത 107-ാമത്തെ ജെനസിസ് 10:5, 20, 31. There were many languages before the Tower of Babel. ജെനസിസ് 11:1 പറഞ്ഞിരിക്കുന്നത് there was only one language before the Tower of Babel. അപ്പോൾ ഇതിൽ കോൺട്രഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഉള്ളത് നമുക്കൊന്ന് വായിക്കാം. ജെനസിസ് 10:5, 20, 31. ഡു നോട്ട് സേ വെദർ ഇറ്റ് വാസ് ബിഫോർ ഓർ ആഫ്റ്റർ ദ ടവർ ഓഫ് ബാബേൽ ഡിസെൻഡൻസ് ഓഫ് നോഹ were split into different places and languages. Refer to the chart below. Verses are from Genesis 10 and 11. ആദ്യം ജെനസിസിലെ 10-11 വായിക്കാം. ജെനസിസ് 10:5, 20, 31. By this were the isles of the Gentiles divided in their lands, everyone after his tongue, after their families, in their nations. ബാബേൽ എന്നുള്ള വാക്ക് പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിന് മുമ്പാണോ ശേഷമാണെന്ന് പിന്നെ എങ്ങനെ പറയാൻ പറ്റും? പിന്നെ അടുത്ത വാക്ക് എടുക്കാം. These are the sons of Ham, after their families, after their tongues, in their countries and in their nation. ഇവിടെയും ബാബേലിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ 31. These are the sons of Shem, after their families, after their tongues, in their lands, after their nations. ഇവിടെയും ബാബേലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോഹയുടെ 3 മക്കള് ഷേം, ഹാം, യാഫത്ത്, ഇവരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ മക്കളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതിന്റെ ജെനസിസിന്റെ ഏത് വാക്യമാണ് അതിൽ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ. അത് ഇവിടെ അത് തന്നെ, ഇവിടെ അത് തന്നെ. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഈ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് ആ വംശാവലി ആരുടെ ഇതൊക്കെ എടുത്തേക്കണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എത്രാമത്തെ തലമുറയിലാണ് ബാബേൽ ഗോപുരം പണിതതും അതിനുശേഷം പിരിഞ്ഞു പോയതൊക്കെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൽ നോക്കാൻ പോകുന്നത്. അതിലിപ്പോൾ ആദ്യം നോഹയുടെ ഷേം എന്ന മകൻ്റെ വംശാവലി നോക്കാം. ഷേമിൻ്റെ മകൻ അപ്പഷാദ്. പിന്നെ വേറെ മക്കളുണ്ട്, പക്ഷെ അപ്പഷാദിൻ്റെ പാരമ്പര്യം വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഷേമിൻ്റെ അപ്പഷാദ് എന്ന മകൻ്റെ മകൻ ശാലാഹ്, അത് കഴിഞ്ഞ് ഏബർ, അത് കഴിഞ്ഞ് പേലഗ്. ഈ പേലഗിൻ്റെ കാലത്താണ് ഭാഷ കലക്കി കളഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ നോഹയുടെ ഹാമിൻ്റെ മകൻ്റെ നോക്കാം. ഹാമിൻ്റെ മകൻ കുഷ്, കുഷിൻ്റെ മകൻ നിമ്രോദ്. നിമ്രോദാണ് ബാബേൽ ഗോപുരം പണിതിരിക്കുന്നത്. അതിനുശേഷമാണ് ഭാഷ കലക്കി കളഞ്ഞത്. അത് ഇവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര തലമുറ കഴിഞ്ഞിട്ട്? നോഹ കഴിഞ്ഞിട്ട്, ഹാം കഴിഞ്ഞിട്ട്, കുഷ് കഴിഞ്ഞിട്ട്, നിമ്രോദ്. അപ്പോൾ 1, 2, 3, 4 തലമുറ കഴിഞ്ഞിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. നോഹയുടെ മകൻ ജാഫത്തിന്റെ നോക്കാം. നോഹ, ജാഫത്ത്, ജാഫത്തിന്റെ മകൻ ജവാൻ, ജവാന്റെ മകൻ എലിഷ, ടർഷീഷ്, കിത്തീം, ദുദാനിയും. അവരുടെ കാലത്താണ് ഇവിടെ ഭാഷ കലങ്ങിയത്. അപ്പോൾ എത്രാമത്തെ തലമുറയാണ്? 1, 2,
3, 4-മത്തെ തലമുറയില്ല സംഭവിച്ചത്. ഇവിടെ 6-മത്തെ തലമുറ, ഇവിടെ 4-മത്തെ. ഇതെല്ലാം ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാബേൽ ഗോപുരം 4-മത്തെ തലമുറ എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ 4 അതും കഴിഞ്ഞിട്ടാ. ബാബേൽ ഗോപുരം കഴിഞ്ഞിട്ട് 6-മത്തെ തലമുറ വരുമ്പോൾ മുമ്പൊരു ഡിവിഷൻ വന്നു എന്നുള്ളത് വരുന്നേ ഇല്ല. എല്ലാം ഇത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഡിവൈഡ് ചെയ്ത്. പക്ഷെ ഇതെല്ലാം ഒരേ സമയത്താണ്. ഇത് 6-മത്തെ, ഇത് 4-മത്തെ, ഇത് 4-മത്തെ. അപ്പൊ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും പിരിഞ്ഞു പോയതായിട്ട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വാദം ശരിയല്ല എന്ന് മനസ്സിലായില്ലേ. 4-മത്തെ തലമുറയ്ക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പിന്നെ 108 എടുക്കാം. ഇവിടെ ജെനീസിസ്, എക്സോഡസ്, ലേവി, നമ്പേഴ്സ് തുടങ്ങിയുള്ളതെല്ലാം ഗോഡ് ഡീറ്റെയിൽസ് സാക്രിഫിഷ്യൽ ഓഫറിങ്സ്. ജെറമിയയിൽ പറയുന്ന ഗോഡ് സേസ് ഹി നോ സച്ച് തിങ്. ഇതിലെല്ലാം സാക്രിഫിഷ്യൽ ഓഫറിങ്സ് പറയുന്നുണ്ട്. ജെറമിയയിലെ സാക്രിഫിഷ്യൽ ഓഫറിങ് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കറക്റ്റ് ടു സേ ദാറ്റ് ദ ഫാദേഴ്സ് ഓഫ് ഇസ്രായേൽ ഗോഡ് ഡിഡ് നോട്ട് കമാൻഡ് ഇൻ ദ ഡേ that he brought them out of the land of Egypt concerning burnt offerings or sacrifices. It was afterwards the commandments were given. Children of Israel agreed with God to obey the commandments. Exodus 19:7-8. while they were in wilderness. ഈജിപ്തിൽ നിന്നും മരുഭൂമിയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ആ ദിവസം ബേൺഡ് ഓഫറിങ്സിനെ കുറിച്ചോ ഒന്നും യഹോവ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജെറമിയയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Thus saith the Lord hosts, God of Israel, put your burnt offerings unto your sacrifices, and eat flesh. For I spake not unto your fathers, nor commanded them in the day that I brought them out of the land of Egypt concerning burnt offerings or sacrifices. അതായത് മിസ്രൈമിൽ നിന്നും മരുഭൂമിയിലേക്ക് കടത്തി കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞിട്ടില്ല, ആ ദിവസം പറഞ്ഞിട്ടില്ല, ഇൻ ദ ഡേ എന്ന് പറയണേ. അപ്പൊ അതിനുശേഷം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ പിന്നെ ഈ ആള് പറഞ്ഞത് പോയിന്റ് ശരിയല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലായില്ലേ. എക്സോഡസിൽ എന്താ പറയുന്നത് നോക്കാം. And Moses came and called for the elders of the people and laid before their faces all these words which the Lord commanded. And all the people answered together and said, all that the Lord hath spoken we will do. And Moses returned words of the people unto the Lord. അതായത് മരുഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മലയിൽ കയറിപ്പോയി 40 ദിവസം അവിടെ ആയിരുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ട് ദൈവത്തിൽ നിന്നുള്ള കമാൻഡ്മെന്റ്സ് മേടിച്ച് തിരിച്ചു വന്ന് പറയണം. അപ്പൊ 40 ദിവസം അവിടെ തന്നെ കഴിഞ്ഞുപോയി. അപ്പൊ പിന്നെ വന്ന ദിവസമാണ് ഇവിടെ കമാൻഡ് ആണ് കൊടുത്തതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. സാക്രിഫൈസസിനെ കുറിച്ചോ ഒന്നും അപ്പോഴല്ല കൊടുത്തത്, അതിനുശേഷമാണ് കൊടുത്തതെന്ന് ഇവിടെ ക്ലിയർ അല്ലേ. 40 ദിവസം, മിനിമം 40 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വന്ന ആ ദിവസം തന്നെ കൊടുത്തു എന്നുള്ളൊരു ധ്വനി ഇവിടെ വരുന്നേ ഇല്ല. ടൈമിനെ കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്, അതാണ് ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു കോൺട്രഡിക്ഷനും ഒന്നും തന്നെ ഇല്ല. ഇത് രണ്ട് സമയത്ത് സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഇല്ല. പിന്നെ 109 എടുക്കാം. ജെനസിസ് ആക്ട് ദ സോജോൺ ഇൻ ഈജിപ്ത് ലാസ്റ്റഡ് 400 years. എക്സോഡസ് 12 to 430 years. ഇത് 430, 400 എന്ന് പറയുമ്പോൾ ഇതെന്താന്ന് വ്യത്യാസം വന്നതെന്നുള്ളതാണ് ഇയാൾ ചോദിക്കുന്നത്. ദ സോജോൺ എന്ന് വെച്ചാൽ ടെമ്പററി സ്റ്റേ എന്നർത്ഥം. was for 430 years. They were in comfort for the first 30 years. They suffered. അത് ഇവിടെ entreat them ഇവിടെ നിന്ന് ഇവിടെ ഈ വചനത്തിൽ എഴുതി, അതാണ് ഇവിടെ കൊടുത്തത്. For 400 years. 400 years. പിന്നെ Acts 7:6 എന്താ പറയുന്നത്? And God spake on this wise, that his seed should sojourn in a strange land, and they should bring them into bondage and entreat them evil for 400 years എന്നാ പറയുന്നത്. അവരെ 400 വർഷം പീഡിപ്പിക്കും എന്നാ പറയുന്നത്. 30 വർഷം ഇവിടെ കംഫർട്ടിലായിരുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ 30 വർഷത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ ആ 30 വർഷം ഇല്ല എന്നതിന് അർത്ഥമില്ല. ഈജിപ്തിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ 30 വർഷം അവിടെ യോസഫ് അവിടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇവർക്ക് കംഫർട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 400 വർഷമാണ് അവർക്ക് കഷ്ടപ്പാടുണ്ടായേ എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അതിനെ സംബന്ധിച്ച് യാതൊരുവിധ കോൺട്രഡിക്ഷനും ഇവിടെ ഇല്ല. പിന്നെ അടുത്ത് നമുക്ക് എടുക്കാം 110ാമത്തെ ഐറ്റം. ഇതിൽ എക്സോഡസ് ഇതിൽ പറയുന്നത് 4 generation. ലേവി, കൊഹാത്ത്, അമ്രാം, മോസസ്. കൊഹാത്ത് വാസ് ബോൺ ബിഫോർ ഗോയിങ് ടു ഈജിപ്ത് ആൻഡ് ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 133. അമ്രാം ഡൈഡ് അറ്റ് 137. മോസസ് was 80 at start of the Exodus. Even if Kohath were born in the first year of the sojourn, temporary stay, and each father said, the next generation in the year of his death, the sojourn could not
ബീൻ ഓവർ 350 years. കൊഹാത്ത് ലേവിയുടെ മകനാണ്. ജേക്കബിനോട് കൂടെ ലേവിയും കൊഹാത്തും അവിടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ വന്ന സമയത്ത്. കൊഹാത്തിന്റെ മകനാണ് അമ്രാം. അമ്രാമിന്റെ മകനാണ് മോസസ്. ഇവര് ഒക്കെ മരിച്ച ഇയേഴ്സാണ് ഈ കഴിഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 350 വരുന്നു. അപ്പൊ ഇവര് മരിക്കുന്ന ഡേറ്റിൽ മക്കളുണ്ടായാൽ പോലും 350 വരുള്ളൂ. പക്ഷെ 430 വർഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് എക്സോഡസ് 12:14. നൗ ദ സോജോണിങ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഹു ഡെൽറ്റ് ഇൻ ഇറ്റ് വാസ് 430 years എന്ന് പറയുന്നത്. 430 വർഷം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇവരെല്ലാവരും കൂടി 350 വർഷമേ വരുന്നുള്ളൂ. അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ചോദ്യമാണ്. എക്സ്പ്ലനേഷനിലുണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേക്ക് പോകാം. വൺ ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ ഈസ് ഷോൺ ത്രൂ ദി ചാർട്ട് ബിലോ. Here the period of Ishmael persecuted Isaac to Exodus from Egypt has been taken as 400 years of persecution. The 350 years said above is solved in this way. But this method of calculation is wrong because Exodus 12:40 clearly says that Israel was in Egypt for 430 years. ഇത് എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്മായേലും ഐസക്കും അബ്രഹാമിന്റെ മക്കളായിരുന്നു. അപ്പോൾ ഇസ്മായിലാണ് ആദ്യം ഉണ്ടായത്. ഇസ്മായിൽ ഉണ്ടായി കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഇസ്ഹാക്കിനെ ഇസ്മായിൽ പീഡിപ്പിച്ചു, കളിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് സഹിക്കാൻ പാടില്ലാണ്ടാണ് ഹാഗാറിനെയും ഇസ്മായിലിനെയും കൂടെ പുറത്താക്കേണ്ടി വന്നത്. അതിന് ചാർട്ട് ഇവിടെ ഉണ്ട്. ആ ചാർട്ട് ഇതാണ്. ആ ചാർട്ട് ഐസക്ക് ജനിച്ച് 5 വയസ്സായപ്പോൾ മുതലാണ് ഈ ഇസ്മായിൽ മോക്ക് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ 30 വർഷമായി. അതായത് അബ്രഹാമിന് 105 വയസ്സാകുന്ന സമയം വരെ. ആ സമയം മുതൽ പിന്നെ അവിടുന്ന് ഈ വിടുതൽ വരെ 430 വർഷം വരെ അതൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈജിപ്തിൽ വന്ന സമയം മുതൽ മാത്രം എടുത്തിട്ടുള്ളൂ എന്ന് മുമ്പ് വചനം പറയുന്ന സ്ഥിതിക്ക് അങ്ങനെ എടുത്തു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. യഹൂദ റബിമാരാണ് ഈ ചാർട്ട് ഇങ്ങനെയൊക്കെ വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ നോട്ട് ചെയ്തെടുത്തതാണ്. കാരണം അവരെടുക്കുന്നത് എന്ന് പറയുന്നത് അവര് വെറുതെ ലിറ്ററലായിട്ടുള്ള പഠനം മാത്രമേ അവർക്കുള്ളൂ. ഇതൊരു വേറെ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ എടുക്കേണ്ട കാര്യമാണത്. ബൈബിളിലെ കാര്യങ്ങളെല്ലാം വെറുതെ ലിറ്ററലായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു ചിത്രങ്ങൾ പോലും ഈ ബൈബിളിലില്ല, വെറും എഴുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ പല കാര്യങ്ങളും ചിത്രങ്ങളിൽ കൂടെയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യഹൂദ അറബിമാരുടെ പഠനങ്ങൾ മാത്രം എടുത്താൽ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് തുറന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് എക്സോഡസിൽ ഇത് പറഞ്ഞല്ലോ 430 വർഷം നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ദിസ് ഇൻഫർമേഷൻ ലീഡ്സ് us to assume that there is the missing of one dynasty between Kohath and Amram. അപ്പോൾ ഈ 350 വർഷം എന്ന് പറയുന്നത് ശരിയാവില്ല. 430 ആകുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു ഡിനാസ്റ്റിയും കൂടിയും വിട്ടുപോയിട്ടുണ്ടെന്നാണ് നമുക്കത് മനസ്സിലാക്കുക. ജേക്കബിന്റെ മകനാണല്ലോ ലേവി. ലേവിയുടെ മകൻ കൊഹാത്ത്, കൊഹാത്തിന്റെ മകൻ അമ്രാം, അമ്രാമിന്റെ മകൻ മോശ. അപ്പൊ ഈ കൊഹാത്ത് മുതലാണ് നമ്മൾ നേരത്തെ എടുത്തത്. ഈ കൊഹാത്തിനും അമ്രാമിനും ഇടയ്ക്ക് ഒരാളെ വിട്ടുപോയി എന്നുള്ള രീതിയിൽ എടുത്താൽ ശരിയാവും. ഇതെല്ലാം കൂടി 350 വർഷം വരുന്നു മാക്സിമം. ഇടയ്ക്ക് ഒരാളെ ചേർക്കുകയാണെങ്കിൽ അത് ശരിയാവും. പക്ഷെ അതങ്ങനെ ഒരു ആളുള്ളതായിട്ട് ബൈബിൾ ഒരു സ്ഥലത്തും പറയുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള കണക്കുകൂട്ടൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്പർ 3, the third thinking is that for 430 years the hours of every day must have been enhanced to 36 from 24. For this, the spinning speed of Earth might have been decreased so that the hours of one day is 36. If you calculate like this, sojourn will come down to 287 years. കണക്ക് ഇങ്ങനെയാണ്. 430 years into 360 days into 24 hours. 360 ദിവസമുള്ള വർഷങ്ങളാണ് ബൈബിളിൽ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് എടുത്താൽ 430 ഇൻറ്റു 360 ഇൻറ്റു 24 അവേഴ്സ്. അതാണ് ടോട്ടൽ അവേഴ്സ് വരുന്നത്. അതിനെ 36 അവേഴ്സുള്ള ഓരോ ദിവസമായിട്ട് കൺവേർട്ട് ചെയ്തെടുത്താൽ 287 എന്ന് കിട്ടും. ഇപ്പോൾ 287 എന്ന് പറയുന്നത് ഈ 350യേക്കാൾ കുറവല്ലേ? ഇവിടെ 350 അല്ലേ നമ്മളിവിടെ കണ്ടത്. കൊഹാത്ത് പ്ലസ് അമ്രാം പ്ലസ് മോസസ് 350 എന്നല്ലേ കണ്ടത്. അതിനേക്കാൾ കുറവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കുറവായിട്ട് ഇവിടെ കിട്ടുന്നു 287. Days for 1 year is 360 in Bible. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് 365 in quarter. സൂര്യവർഷമാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. പക്ഷേ ബൈബിളിലെല്ലാം ചന്ദ്രവർഷമാണ് കണക്കാക്കിയത്. Thus total hours for 430 years with 24-hour day time and 267 years with 36-hour day time remains the same in the above calculation. രണ്ടും അവേഴ്സ് വെച്ച് നോക്കുമ്പോൾ സെയിം ആണ്. പക്ഷേ 36 അവർ വെച്ചെടുക്കുമ്പോൾ കുറച്ച് ഇയേഴ്സ് ഉണ്ടാവുള്ളൂ.
years of Kohath, Amram and Moses are taken on a 36-hour day basis. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കൊഹാത്തിൻ്റെയും അമ്രാമിൻ്റെയും മോശയുടെയും എടുത്തിരിക്കുന്നത് 36 മണിക്കൂറിൻ്റെ ഡേ ബേസിസിലാണ്. ദിസ് തിങ്കിങ് ഈസ് മോർ റിയലിസ്റ്റിക് ദാൻ ദ പ്രീവിയസ് വൺ. നേരത്തെ പറഞ്ഞ രണ്ട് എക്സ്പ്ലനേഷനേക്കാളും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ഇതാണ്. പക്ഷേ ഇങ്ങനൊരു സംഗതി നടന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ വംശാവലിയിൽ ഇത്ര വലിയൊരു വ്യത്യാസമുള്ളതുകൊണ്ട് ഇങ്ങനെ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് വേറെയും കാരണമുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് നമുക്ക് എവിടെ എഴുതിയേക്കണമെന്ന് നമുക്ക് നോക്കാം. അത് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 4-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് സംഭവിക്കുന്നൊരു കാര്യമാണത്. അത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. This type of change is going to happen during Antichrist period. One day will be 16 hours during this period. Watch video number 8 and 8.1 to find out how this can happen. Also, Joshua had stopped sun and moon during his time. അത് എഴുതിയിരിക്കുന്നത് ഇവിടെയാണ്. ജോഷുവ 10:13. And the sun stood still and the moon stayed until the people had avenged themselves upon their enemies. Is not this written in the book of Jasher? So the sun stood still in the midst of heaven and hasted not to go down about a whole day. ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്ത് നിർത്തിയൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഇങ്ങനെ സ്പീഡ് കുറച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നതിലൊരു തെറ്റൊന്നുമില്ല. അതാണ് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ജെനസിസ്, ഗലേഷ്യൻസ്, അബ്രഹാം ഹാഡ് 2 sons, ഇഷ്മായേൽ ആൻഡ് ഇസ്ഹാക്ക്. എബ്രേസ് 11:17 അബ്രഹാം ഹാഡ് ഓൺലി 1 son. ഇതൊക്കെ ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല. ഹിയർ ദ ബിഗോട്ടൺ സൺ, ബിഗോട്ടൺ സൺ അവിടെ എഴുതിയിരിക്കുന്നത്, വെറും സണ്ണായിട്ടല്ല എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വായിക്കാം. അതവിടെ എഴുതിയിരിക്കുന്നത് ഹെബ്രൂസ് 11:17. ബൈ ഫെയ്ത്ത് അബ്രഹാം വെൻ ഹി വാസ് tried offered up Isaac, and he that had received the promises offered up his only begotten son എഴുതിയിരിക്കുന്നത്. അത് ഈ പ്രോമിസ് കിട്ടിയിട്ടുള്ള സണ്ണാണ് ബിഗോട്ടൺ സൺ. ലേഖനം എഴുതിയിരിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. വിശുദ്ധ പൗലോസിന് അത് അറിയില്ലേ അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബിഗോട്ടൺ സണ്ണ് മാത്രമേ പറയുന്നുള്ളൂ. അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിനെ കൊടുത്തത്, ഇസ്മായിലിനല്ല കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് ഇവിടെ വെറുതെ പറഞ്ഞിരിക്കുകയാണ്. കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട്